പ്രിയപ്പെട്ടവരെ, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേപ്പറാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യ ഭാഗങ്ങളിലെ ക്ലാസ്സുകൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുകയുണ്ടായി. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനും കോൺസ്റ്റിറ്റ്യൂഷനലിസവും എല്ലാം കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ വിശദമായി പറയുകയുണ്ടായി. ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ അവസാനമായി ബ്രിട്ടീഷുകാരാണ് കൊളോണിയൽ ഭരണം നടത്തിയത്. അവർ ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ ഭൂപ്രദേശം ഭരിക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഭരണഘടന ഉണ്ടായിരുന്നില്ല. അവർ ഭരണഘടനയിൽ നോക്കിയിട്ടല്ല, ഭരണഘടനാപരമായിട്ടല്ല ഈ രാജ്യം ഭരിച്ചത്. അതേസമയത്ത് അവർ 10 വർഷമോ 20 വർഷമോ ഒക്കെ കൂടുമ്പോൾ ഉണ്ടാക്കുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമൊക്കെയാണ് ഈ രാജ്യം അവർ ഭരണം നടത്തിയിരുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ 20ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ആവശ്യങ്ങൾ ശക്തമായി വാദിക്കുകയും സ്വാതന്ത്ര്യ സമരം ശക്തമാവുകയും ചെയ്ത സമയത്ത് ഇന്ത്യക്കാർ അതിശക്തമായിട്ട് തന്നെ ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്നും ആ ഭരണഘടന വിദേശ ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഇന്ത്യക്കാർ തന്നെ നിർമ്മിക്കുമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. അത് വളരെ നിർണായകമായൊരു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ വളരെ നിർണായകമായൊരു ഘട്ടമായിരുന്നു. അത് ആദ്യമായിട്ട് പറയുന്നത് എം.എൻ. റോയിയാണ്. പിന്നീട് അങ്ങോട്ട് ദേശീയ പ്രസ്ഥാനം അതിശക്തമായിട്ട് ഇത് വാദിക്കുകയുണ്ടായി. ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്നും ഭരണഘടന വേണമെങ്കിൽ ഭരണഘടന നിർമ്മിക്കണമെന്നും ഭരണഘടന നിർമ്മിക്കണമെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാവണമെന്നും ഇന്ത്യക്കാർ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മിക്കുന്നതിന് ഒരു ഭരണഘടനാ അസംബ്ലി ഉണ്ടാക്കണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് എം.എൻ. റോയിയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന എം.എൻ. റോയിയാണ് ഈ ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്കൊരു ഭരണഘടനാ അസംബ്ലി വേണമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ആവശ്യപ്പെടുകയുണ്ടായി. പിന്നീട് 1938 ജവഹർലാൽ നെഹ്റു വളരെ വ്യക്തമായി പറഞ്ഞു, സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന ബാഹ്യ ഇടപെടലുകളില്ലാതെ രൂപപ്പെടുത്തണം, അതിന് ഇന്ത്യക്കൊരു ഭരണഘടനാ അസംബ്ലി വേണം എന്ന് 1938 നെഹ്റു വളരെ അസന്ദിഗ്ധമായിട്ട് പറയുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1940 ഓഗസ്റ്റ് ഓഫർ ഉണ്ടായി. പിന്നീട് 1942 ക്രിപ്സ് മിഷൻ വന്നു. 1946 പിന്നീട് ക്യാബിനറ്റ് മിഷൻ വന്നു. 1946 നവംബറിൽ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ രൂപീകരിച്ച പദ്ധതി പ്രകാരം ഇന്ത്യക്കൊരു ഭരണഘടനാ അസംബ്ലി രൂപീകരിക്കാൻ തീരുമാനമായി. ഭരണഘടനാ അസംബ്ലിയുടെ ഘടന, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിലെ കമ്മിറ്റികൾ, അവസാനം ഇന്ത്യക്കൊരു ഭരണഘടന രൂപീകരിച്ചത് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. 1946 നവംബറിൽ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ രൂപീകരിച്ച പദ്ധതി പ്രകാരം ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചു എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇതിൽ 389 സീറ്റുകളാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ടോട്ടൽ സീറ്റ് 389. ഇതിൽ 296 സീറ്റും ബ്രിട്ടീഷ് ഇന്ത്യക്ക് നൽകുകയുണ്ടായി. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ പ്രവിശ്യകളിലും മറ്റുമൊക്കെ ആയിട്ട് 296 സീറ്റുകൾ നൽകി. 93 സീറ്റ് നാട്ടുരാജ്യങ്ങൾക്കും പ്രിൻസിലി സ്റ്റേറ്റുകൾക്കും നൽകി. ഈ 296 സീറ്റിലേക്ക് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇലക്ഷൻ നടന്നത്. അതുപോലെ സാർവത്രിക വോട്ടവകാശം അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് പരിമിതമായ വോട്ടവകാശമായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിലും ഇൻഡയറക്റ്റ് ഇലക്ഷൻ നടത്തി പരിമിതമായ വോട്ടവകാശത്തിലൂടെ 296 സീറ്റിലേക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. 93 സീറ്റുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളിൽ അവിടെയുള്ള രാജാവിൻ്റെ നോമിനിയായിട്ടും പ്രതിനിധികളെ തെരഞ്ഞെടുത്തു. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 1946 ഡിസംബർ 1 ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മീറ്റിംഗ് കൂടി. അന്ന് 389 അംഗങ്ങളിൽ നിന്ന് 211 മെമ്പർമാർ മാത്രമാണ് ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത്. ആ മീറ്റിംഗിൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക പ്രസിഡന്റായി നിയമിച്ചു. ആ അസംബ്ലിയിലെ ഏറ്റവും പ്രായം കൂടിയ മുതിർന്ന അംഗം എന്ന നിലക്ക്
ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക പ്രസിഡന്റായി നിയമിച്ചു. ഇവിടെ അന്നത്തെ മീറ്റിംഗിൽ മുസ്ലിം ലീഗ് ആ മീറ്റിംഗിൽ ബോയ്ക്കോട്ട് ചെയ്തു, പങ്കെടുത്തില്ല. രണ്ടാമത്തെ മീറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 11-നാണ്. 2 വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട് ഡിസംബർ 11-നാണ് രണ്ടാമത്തെ മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിംഗിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. HC മുഖർജിയെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. BN റാവുവിനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറായും നിയമിച്ചു. 1946 ഡിസംബർ 13-ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നടന്നു. ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കും, ഇവിടെ ഉണ്ടാക്കുന്ന ഭരണഘടനയുടെ ലക്ഷ്യങ്ങളൊക്കെ ഇതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷ്യപ്രമേയം 1946 ഡിസംബർ 13-ന് അവതരിപ്പിക്കുകയുണ്ടായി. അത് ഒരു മാസത്തോളം ഈ ലക്ഷ്യപ്രമേയത്തെ അനുബന്ധിച്ച് ചർച്ചകൾ നടന്നു. പിന്നീട് പിറ്റേ മാസമായപ്പോൾ ജനുവരിയായി. അതുകൊണ്ട് പിറ്റേ വർഷമായി 1947 ജനുവരി 22-ന് ആ ചർച്ചകൾ അവസാനിച്ചുകൊണ്ട് ഒരു ഐക്യകണ്ഠേന ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പാസാക്കി. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായി വന്നത്. 1947 ഓഗസ്റ്റ് ആയതോടുകൂടി ഇന്ത്യ സ്വതന്ത്രമാവുകയും അതേസമയത്ത് ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 സ്വതന്ത്ര രാഷ്ട്രങ്ങൾ നിലവിൽ വരികയും ചെയ്തു. ഇതോടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗസംഖ്യയിലും ചെറിയ മാറ്റങ്ങളുണ്ടായി. 299 അംഗങ്ങളായി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മാറി. സ്വാഭാവികമാണ്, നമ്മൾ ഈ വലിയ പ്രദേശത്തുണ്ടായിരുന്ന അംഗസംഖ്യ 2 രാഷ്ട്രമായി പിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും അംഗസംഖ്യ കുറയും. അതുകൊണ്ട് 389 സീറ്റുകളുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 1947 ഓഗസ്റ്റ് 15 ആയപ്പോഴേക്കും 299 സ്വാഭാവികമായിട്ടും ചുരുങ്ങി. 2 വർഷം 11 മാസം 18 ദിവസം നടന്ന ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമൊടുവിൽ 1946 നവംബർ 26-ന് പുതിയ ഭരണഘടനയെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിക്കുകയുണ്ടായി. പിന്നീട് പക്ഷെ അത് രാജ്യത്ത് നിലവിൽ വന്നില്ല. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അത് പാസാക്കി. പിന്നീട് 2 മാസം കഴിഞ്ഞപ്പോൾ 1950 ജനുവരി 26-ന് 2 മാസം നമ്മൾ കാത്തിരുന്നതിന്റെ കാരണം ഈ ജനുവരി 26 എന്ന് പറയുന്ന ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. 1930 ജനുവരി 26-ന് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അത് കൊല്ലം അത് നമ്മളിങ്ങനെ ആചരിച്ചു വരുന്നുണ്ടായിരുന്നു. പൂർണ്ണ സ്വരാജിന്റെ ദിവസം ജനുവരി 26-ആണ്. ആ ദിവസത്തെ കണ്ടുകൊണ്ട് ആ ദിവസത്തിലേക്ക് ഇന്ത്യക്കൊരു പുതിയ ഭരണഘടന സമർപ്പിക്കാമെന്ന നിലക്ക് 2 മാസം വെയിറ്റ് ചെയ്തുകൊണ്ട് 1950 ജനുവരി 26-നാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന നിലവിൽ വന്നത്. അന്നേ ദിവസം ഇന്ത്യക്കൊരു തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുണ്ടായി. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായും മാറി. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ തന്നെ ചില കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. കരട് കമ്മിറ്റി, ഭരണഘടനാ നിർമ്മാണത്തിന്റെ കരട് രൂപപ്പെടുത്തിയ കമ്മിറ്റി. അത് BR അംബേദ്കർ ആണ് അതിന്റെ ചെയർമാൻ. അതുകൊണ്ട് തന്നെ BR അംബേദ്കർ ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയും. അദ്ദേഹത്തിന്റെ വലിയ ശ്രമം നമ്മളിവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന വളരെ ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുതിയ ഭരണഘടന നമുക്ക് ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. യൂണിയൻ പബ്ലിക് കമ്മിറ്റി നെഹ്റു ആണ് അതിന്റെ ചെയർമാൻ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേൽ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്, അതൊക്കെ സർദാർ വല്ലഭായ് പട്ടേലാണ് അതിന്റെ ചെയർമാൻ. മറ്റൊന്ന് റൂൾസ് ഓഫ് പ്രൊസീഡിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്റ്റേറ്റ് കമ്മിറ്റി അത് നെഹ്റു ആണ്.
സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഉണ്ടായിരുന്നത്. വലിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും പോരാട്ടങ്ങൾക്കുമൊക്കെ ഒടുവിൽ ഇന്ത്യക്ക് പുതുതായി ഒരു പുതിയ ഭരണഘടന രൂപീകരിച്ചു. ഇന്ത്യയുടെ വലിയ ജനാധിപത്യ മൂല്യങ്ങളുള്ള വലിയ മഹത്തായ മൂല്യങ്ങൾ നിറഞ്ഞ ഒരു പുതിയ ഭരണഘടന, ലോകത്തിന് തന്നെ വിസ്മയമായിക്കൊണ്ട് ഒരു പുതിയ ഭരണഘടന. അതുവരെ ഇന്ത്യയിലുണ്ടായി നിലനിന്നിരുന്ന എല്ലാവിധ ജാതി വ്യവസ്ഥകൾക്കും എല്ലാവിധ മൂല്യച്യുതികൾക്കും എതിരായിട്ട് പുതിയ ജനാധിപത്യ മൂല്യങ്ങളും മതനിരപേക്ഷ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന വലിയ മഹത്തായ ഒരു ഭരണഘടന. അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഇന്ത്യക്കാരുടെ വലിയ ചർച്ചകളുടെയും അവരുടെ സംവാദത്തിൻ്റെയും അവരുടെ ധിഷണയുടെയൊക്കെ ഫലമായിട്ട് ഒരു നൂതനമായിട്ടുള്ള ഒരു പുതിയ ഭരണഘടന, ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ നിലനിർത്തുന്ന ഒരു ഭരണഘടന ലോകത്തിന് തന്നെ വിസ്മയമായി ഇന്ത്യക്കാർ നിർമ്മിച്ചെടുത്തു എന്നതാണ് ഈ ഭരണഘടനയുടെ പ്രത്യേകത. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ചാപ്റ്ററുകളിൽ വിശദമായി തന്നെ പറയാനുണ്ട്. നമുക്ക് ആ കാര്യങ്ങൾ അടുത്ത ചാപ്റ്ററുകളിൽ പറയാം.